നമസ്കാരം, ഞാൻ വൃന്ദ അരുൺ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പ്രസന്റഡ് ബൈ NCDC. ഉത്തരങ്ങളുമായി ഉർജിത് പട്ടേൽ. നോട്ട് പ്രതിസന്ധിയിൽ വിശദീകരണവുമായി RBI ഗവർണർ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റിയിൽ. കറൻസി പരിഷ്കരണത്തെ തുടർന്നുണ്ടായ പ്രശ്നങ്ങൾ ഉടൻ പരിഹരിക്കുമെന്ന് പട്ടേലിന്റെ ഉറപ്പ്. കൂടിക്കാഴ്ചയിൽ ഗവർണർക്ക് മുന്നിൽ 2000 രൂപയുടെ കള്ളനോട്ട് വെച്ച് സമിതി അംഗം. നോട്ട് അസാധുവാക്കലിന് ശേഷം തിരികെ എത്തിയതിനേക്കാൾ തുക ബാങ്കുകൾ റിപ്പോർട്ട് ചെയ്തെന്ന് ഉർജിത് പട്ടേൽ. സഹകരണ ബാങ്കുകളിലെത്തിയ തുകയിലും വൈരുദ്ധ്യം. വിവിധ ഏജൻസികൾ സംയുക്തമായ അന്വേഷണം നടത്തിവരികയാണെന്നും RBI. UP-യിൽ പടയൊരുക്കം. നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തിറക്കി സമാജ്വാദി പാർട്ടി. 197 അംഗങ്ങളുടെ പട്ടികയിൽ ഇടം പിടിച്ച് ശിവപാൽ യാദവും അസം ഖാനും. മുഖ്യമന്ത്രി അഖിലേഷ് യാദവിനു വേണ്ടി പ്രചരണത്തിനിറങ്ങുമെന്ന് അച്ഛൻ മുലായം സിംഗ് യാദവ്. 404 നിയമസഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ സമാജ്വാദി പാർട്ടി മത്സരിക്കുക 300 സീറ്റുകളിൽ. അതേസമയം സഖ്യകക്ഷിയായ കോൺഗ്രസിന് 85 സീറ്റ് മാത്രമേ നൽകാനാവൂ എന്ന് പുതിയ നിലപാട്. നേരത്തെ ധാരണയായ 100 സീറ്റിൽ നിന്ന് പിന്നോട്ട് പോയാൽ വിശാല സഖ്യത്തിൽ വിള്ളലുണ്ടാകാനും സാധ്യത. ഫലം കാണുന്ന പ്രതിഷേധം. ജല്ലിക്കെട്ട് നിരോധനത്തിൽ പ്രക്ഷോഭം ശക്തമാകുന്നതിനിടെ ആശ്വാസ നടപടികളുമായി സർക്കാർ. ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തി കേസിൽ വിധി പറയുന്നത് നീട്ടിവെക്കണമെന്ന കേന്ദ്ര ആവശ്യം അംഗീകരിച്ച് സുപ്രീം കോടതി. പ്രശ്നപരിഹാരത്തിന് പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ച് തമിഴ്നാട് സർക്കാർ. ജല്ലിക്കെട്ട് കേസിൽ വിധി പറയുന്നത് മാറ്റിവെക്കണമെന്ന അസാധാരണ നിർദ്ദേശം കേന്ദ്രം മുന്നോട്ട് വെച്ചത് ക്രമസമാധാന പ്രശ്നങ്ങൾ മുൻനിർത്തി. മൃഗസംരക്ഷണത്തിനൊപ്പം പാരമ്പര്യവും സംരക്ഷിക്കണമെന്ന് അറ്റോർണി ജനറൽ മുകുൾ റോത്തഗി. പ്രശ്നപരിഹാരത്തിന് സംസ്ഥാനവുമായി ചർച്ച നടത്തിവരികയാണെന്നും വിശദീകരണം. അതിനിടെ മറീന ബീച്ചിലെ ജനകീയ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് താരങ്ങളുടെ ഉപവാസം. ജല്ലിക്കെട്ട് പ്രക്ഷോഭത്തിൽ അണിചേർന്ന് സൂപ്പർ താരങ്ങളുടെ ഉപവാസത്തിനൊപ്പം ഇന്ന് സംസ്ഥാന ബന്ധും. തമിഴ്നാട്ടിൽ കനത്ത സുരക്ഷ. കണ്ണൂരിലെ കടുംവെട്ട്. കണ്ണൂർ കൊലപാതകത്തിൽ സർക്കാരിനെതിരെ ആരോപണവുമായി BJP. CPM പ്രവർത്തകർക്ക് പോലീസ് ഒത്താശ ചെയ്യുന്നുവെന്ന് കുമ്മനം രാജശേഖരൻ. BJP പ്രവർത്തകന്റെ മരണം വിദഗ്ധ സംഘം അന്വേഷിക്കണം. ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ കേന്ദ്രത്തെ സമീപിക്കുമെന്നും BJP അധ്യക്ഷൻ. കണ്ണൂരിൽ ഇന്നലെ നടന്നത് രാഷ്ട്രീയവൽക്കരിച്ച ഹർത്താലെന്ന് MV ജയരാജൻ. കൊലപാതകത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തിയാൽ സത്യം പുറത്തുവരും. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിനിടയിലെ ഹർത്താൽ ഒഴിവാക്കേണ്ടിയിരുന്നതെന്നും CPM നേതാവ്. രാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാന സ്കൂൾ കലോത്സവം കനത്ത സുരക്ഷയിൽ. അക്രമ സംഭവങ്ങളിൽ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കാൻ ഇന്നലെ ചേർന്ന സമാധാന യോഗത്തിൽ ധാരണ. സുരക്ഷ ശക്തമാക്കി തുടർ മരണങ്ങൾ ഒഴിവാക്കാൻ വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കാനും തീരുമാനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2750 രൂപ, പവൻ 22,000 രൂപ. വെള്ളി ഗ്രാമിന് 45 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പ്രസന്റഡ് ബൈ NCDC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് വൈകിട്ട് 5:30. നമസ്കാരം.